ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ഗോളിലേക്ക് എത്താൻ വലിയ ഡ്രീംസ് ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അതിലോട്ട് എത്താനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രൊഫഷനിലേക്ക് എത്തണം എന്നൊക്കെ നിങ്ങൾ ആദ്യമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ വലിയ പ്രൊഫഷനും വലിയ ഗോൾസ് ഒക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് അത് പറ്റുമോ, നമ്മുടെ സിറ്റുവേഷൻസ് അതല്ലല്ലോ, ക്യാൻ ഐ അച്ചീവ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിലൂടെ എത്താനുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നോക്കുക, അവരുടെ ലൈഫ് സ്റ്റൈൽ പരിശോധിക്കുക, അവർ ഡെയിലി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുക, ഏതൊക്കെ ആളുകളായിട്ടായിരിക്കും സംസാരിക്കുക, അവർ ഏതൊക്കെ പുസ്തകങ്ങളായിരിക്കും വായിക്കുക, എന്തൊക്കെയായിരിക്കും അവർ ചെയ്യാൻ നമ്മൾ നോക്കി അവരുടെ റൂട്ടീൻ പരിശോധിച്ച് ആ റൂട്ടീൻ നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമുക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ആ അഡാപ്റ്റബിലിറ്റി ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോയർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ലോയർ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുക, ഏതൊക്കെ ആളുകളായിട്ടാണ് സംസാരിക്കുക, അവർ എന്തൊക്കെ ബുക്സ് വായിക്കും, അവരുടെ ഹോബീസ് എന്തൊക്കെയായിരിക്കും, അവരിൽ അനലിറ്റിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ അവർ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ, അപ്പം അത് അതേപടി ചെയ്താൽ അത് ആഗ്രഹിക്കുന്ന ഒരാൾക്കും ആ പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ, ഇതിവിടെ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും അപ്പൊ അവിടെയാണ് ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്പോർട്സ്മാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോർട്സ്മാന്റെ ലൈഫ് സ്റ്റൈല് പിന്തുടർന്നാൽ മതി. ആ ലൈഫ് സ്റ്റൈൽ അത്ര ഡിസിപ്ലിനോടെ തുടർന്ന് വന്നാൽ അതിലോട്ട് വരാൻ സാധിക്കും. അവിടെ കോമ്പറ്റീഷൻ ഒന്നും പ്രസക്തമല്ലാതാകുന്ന ഒരു സമയം വരും. അതായത് നിങ്ങളിപ്പോൾ സഞ്ജു സാംസൺ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുക. അദ്ദേഹം ഒരിക്കലും ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, എത്രത്തോളം ക്രിക്കറ്റിൽ വരാൻ പറ്റുമോ, ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ. അദ്ദേഹത്തിന് എൻ്റെ ടാലന്റ് ഉണ്ട്. അപ്പം അദ്ദേഹം സജീവമായി ക്രിക്കറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നിരിക്കണം. ഇപ്പം ഡെയിലി വരിക, നെറ്റ്സ് ചെയ്യുക, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, ഇതന്നെയാണ് അദ്ദേഹം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അദ്ദേഹം ഒരു ക്രിക്കറ്ററായി ആദ്യമേ മാറി, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ആദ്യമേ അങ്ങനെ ചേഞ്ച് ചെയ്യും. പ്രൊഫഷനിൽ നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിൽ വിജയിച്ച ആൾക്കാരെ നോക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, അത് നിങ്ങൾ പിന്തുടരുക. അതിൻ്റെ എക്സസൈസ്, ഡിസിപ്ലിന്, പുസ്തകം വായന, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടുള്ള സംസാരം, ഇതൊക്കെ ആ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളാണ്. പിന്നെ അവസരങ്ങൾ വരുമോ, എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങൾ ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്പോർട്സ്മാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ സ്പോർട്സ്മാന്റെ ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നത് സ്പോർട്സ്മാൻ ആയി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ ലോയർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാള് ലോയറിന്റെ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്ന് ആ ഒരു ലോയർ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി കൊണ്ടൊരു ലോയർ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതുപോലെ എല്ലാത്തിലും ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആക്ടറിന്റെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അവിടെ അദ്ദേഹം വിജയിക്കും, എത്രത്തോളം അവസരങ്ങൾ കിട്ടുന്നുള്ളതൊക്കെ രണ്ടാമത്. ഒരു ആക്ടറിന്റെ ലൈഫ് സ്റ്റൈൽ പിന്തുടരുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.